ഇത്തവണത്തെ രാജ്യാന്തര ചലച്ചിത്രമേള വിവാദങ്ങളുടെ കൂടി വേദിയാണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ 14 സിനിമകളിലൊന്നായ അപ്പുറം എന്ന ചിത്രത്തിന്റെ സംവിധായിക ഇന്ദു ലക്ഷ്മി തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ്. KSFDC ചെയർമാൻ ഷാജി എൻ കരുണിനെതിരെയാണ് ഇന്ദു ലക്ഷ്മി തുറന്നടിച്ചത്. ഷാജി എൻ കരുൺ തന്നെ സിനിമ ചെയ്യാൻ അനുവദിക്കില്ല എന്നും പലയിടങ്ങളിലും അപമാനിക്കപ്പെട്ടുവെന്നും ഇന്ദു ലക്ഷ്മി പറയുന്നു. തന്റെ നിള എന്ന ചിത്രത്തോടും ഷാജി എൻ കരുൺ അവഗണന കാട്ടിയതിനെക്കുറിച്ചും അവർ വെളിപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിനിമാ നയം രൂപീകരിക്കാൻ ഷാജി എൻ കരുണിനെ ചുമതലപ്പെടുത്തിയതിനാലാണ് താൻ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നതെന്നും ഇന്ദു ലക്ഷ്മി പറയുന്നു. ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അഭിപ്രായം പറയുന്നത് കൊണ്ട് തുടർച്ചയായിട്ട് നമ്മളെ പല സർക്കിൾസിലും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഇൻഡയറക്ട്ലി നമ്മളോട് പല ആൾക്കാരെ വിട്ടും പറയുന്നുണ്ട്, ഇനി ചെയ്യില്ല, സിനിമ ചെയ്യിക്കില്ല എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ സിനിമ പോലും എനിക്ക് വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ടി വന്നത് അത്തരം ത്രെറ്റുകൾ നിലവിലുള്ളത് കൊണ്ടാണ്. ഈ സിനിമയുമായിട്ട് ഞാൻ ഈ സിനിമയുടെ ട്രിവാൻഡ്രത്താണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ വളരെ ഒരു ചെറിയ ക്രൂവിൽ ആ ക്രൂവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് മറ്റാരും അറിയരുത്, ഒരു സ്റ്റില്ലും പബ്ലിഷ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പുറം എന്നാണ് ഈ സിനിമയുടെ പേര് എന്നുള്ളത് ഇവിടെ IFFK സെലക്ഷൻ ആയിട്ടാണ് എൻ്റെ ടീം മെമ്പേഴ്സിൽ പലരും അറിയുന്നത് തന്നെ. കാരണം അത്രയും സീക്രസി ആയിട്ട് വയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും അവർക്ക് ഇടപെട്ട് ഇത് ഇല്ലാതെയാക്കാൻ പറ്റുമായിരുന്നു. നിളയിലൊരു ദുരനുഭവം ഉള്ളതുകൊണ്ട് എനിക്കൊരിക്കലും അത് റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതിന് ലീഗലായിട്ടുള്ള പ്രൊസീജിയറിൽ തന്നെ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. കാരണം അത് അങ്ങനെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സ്പേസിൽ നിന്നുകൊണ്ട് നമുക്കൊരാൾക്ക് നേരിട്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമുക്ക് അധികാരമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇന്ത്യ പോലുള്ളൊരു സ്ഥലത്ത് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ചും ഞാൻ ഇത്രയും ഒരു നീണ്ട കാലയളവിൽ സഫർ ചെയ്തൊരു സാധനം അത് വേണ്ടൊരു സമയത്തുമാണ് പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ ഒരു റിപ്പോർട്ടിൽ അതിൻ്റെ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടത് ഇദ്ദേഹമാണ് എന്നറിയുമ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് അത് രേഖപ്പെടുത്തുക എന്നുള്ളത്. തീരുമാനം ഒരിക്കലും എനിക്ക് എടുക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഇത് രേഖപ്പെടുത്തുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുള്ളത് കൊണ്ടാണ് ഞാനത് ആ സമയങ്ങളിൽ കൃത്യമായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധായകരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മൾ അനുഭവിച്ച ഒരു വലിയൊരു ട്രോമയുണ്ട്. ആ ട്രോമയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് അത്. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ദാറ്റ് വി ഷുഡ് ബ്രിങ് ഇറ്റ് ടു ലൈറ്റ്. അത് നിശബ്ദമായി ഇരിക്കേണ്ടത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമുക്കത്, പ്രത്യേകിച്ച് മലയാളം കേരളം പോലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇത്രയും പ്രോഗ്രസീവാണ്, സ്ത്രീകൾക്ക് ഇക്വാളിറ്റി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നവരിടത്ത് നമുക്കത് തീർച്ചയായിട്ടും അത് മൗനമായിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയപ്പെടുത്തി ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ സ്ത്രീകൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ടാവും. പക്ഷേ ആ ഒരു ജേണിയിൽ എന്തുമാത്രം പ്രശ്നങ്ങളും എത്രമാത്രം വിഘ്നങ്ങളുമാണ് വരുന്നത്, ഇത്രയും ത്രെറ്റുകളും മാനസിക സംഘർഷങ്ങളും ഒക്കെ തരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അതെനിക്ക് പറയണമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ആ ജേണി കംപ്ലീറ്റ് ചെയ്ത് എന്തെങ്കിലും ആകുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ഈക്വലായിട്ട് നിലനിൽക്കാനുള്ള ഒരു അനുവാദവും അതിനുള്ളൊരു ആംബിയൻസും ഉണ്ടായിരിക്കണം എന്നൊരു അപേക്ഷയുണ്ട്.